Okay, and then okay, sure. Dia, I will call you back. And the mummy, മോളുടെ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നില്ലേ? എനിക്ക് അങ്ങനെ മൂഡില്ലാത്ത കാരണം ഞാൻ പോവണ്ടാന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പപ്പ പറഞ്ഞില്ല ഫാമിലി ട്രിപ്പ് ലണ്ടനിലേക്കൊക്കെ പോകുന്നുണ്ടെന്ന്. സോ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. മോളു സ്കൂൾ ലൈഫിലത്തെ ലാസ്റ്റത്തെ ട്രിപ്പാണ്. സോ മോൾ എന്തായാലും പോയി. കോളേജ് ലൈഫല്ലേ, പിന്നെ 2 ദിവസം മാറി നിൽക്കുമ്പോൾ റിലാക്സേഷൻ അല്ലേ. മമ്മി എന്തായാലും നിർബന്ധിച്ചതല്ല, അപ്പോൾ ഞാനവിടെ നെയിം കൊടുക്കാം. ഓക്കെ, എന്നാൽ 2 days ഞാൻ ചില്ല് ചെയ്തിട്ട് വരാം മമ്മി. വെരി ഗുഡ്, താങ്ക് യു. നല്ല കാറ്റല്ലേ. നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞോ? എന്തോ ഒരു സോപ്പ് ഇടണ്ടല്ലോ. കാര്യം പറ. ടൂർ പോകുന്നുണ്ട്. അതിന് നീ പോണില്ലല്ലോ. അമ്മമ്മ പ്ലീസ് അമ്മ അങ്ങനെ പറയല്ലേ അമ്മ. ഞാൻ പോട്ടല്ലേ, +2 അല്ല അമ്മ. പ്ലീസ് അമ്മ. നടക്കില്ല മോളെ, പ്ലീസ് അമ്മ. ലാസ്റ്റ് സ്കൂൾ ലൈഫ് ലാസ്റ്റത്തെ അല്ല അമ്മ. പ്ലീസ് അമ്മ. നടക്കില്ല മോളെ, നടക്കില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയതല്ല, നടക്കില്ല. കോളേജൊക്കെ ഇനി വേറൊരു ഇതല്ല അമ്മ. പ്ലീസ് അമ്മ. സ്കൂളിലത്തെ ലാസ്റ്റ് ട്രിപ്പ് അല്ല അമ്മ. പ്ലീസ് അമ്മ. ഫ്രണ്ട്സുകളെല്ലാവരും പോകും, ഞാൻ മാത്രം ഒറ്റക്കാവും അമ്മ. എൻ്റെ ഫ്രണ്ട്സുകളെല്ലാവരും വന്നിട്ട് അവിടുത്തെ കഥകളൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വിഷമാവും. എന്തമ്മ പ്ലീസ്, ഒറ്റ ദിവസം അല്ലെങ്കിൽ ഞാൻ പറയില്ലമ്മ. ഓ കിടന്ന് മോങ്ങാത്തത് ഞാൻ അച്ഛൻ്റെ അടുത്തൊന്ന് ചോദിക്കട്ടെ. ഇത് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് സമ്മതിച്ചോളാം. താങ്ക് യു. എനിക്ക് 2 ദിവസം സ്പെൻഡ് ചെയ്യണ്ടായിരുന്നു. അത് കാരണം എനിക്ക് കുറച്ച് ഷോപ്പിൽ പർച്ചേസ് ചെയ്യാനുണ്ട്. സ്നാക്സ്, ജ്യൂസ്, ഡ്രസ്സ് അതൊക്കെ ഒന്ന് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ മോമി എൻ്റെ കൂടെ വരുന്നുണ്ട്. അത് ഞാൻ ഡ്രൈവറായിട്ട് പോകും. എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അത് കാരണം ഞാൻ വരുന്നില്ല. വാങ്ങിക്കേണ്ട ലിസ്റ്റ് ഞാൻ മോമിയുടെ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പം മോമി ഒന്ന് നോക്കും കേട്ടോ. പിന്നെ മോമീൻ്റെ കാർഡ് വർക്ക് ചെയ്യുന്നില്ല. സോ എൻ്റെ മോമിൻ്റെ കാർഡ് എടുത്തു. ഷുവർ, മോൾ എടുത്തോളൂ. Thank you. Bye. See you. ഇപ്പോൾ പാക്ക് ചെയ്യണമല്ലോ. ഇനി എന്തൊക്കെ സാധനങ്ങൾ ഇപ്പോൾ പാക്ക് ചെയ്യാം? സ്നാക്സ് കുറച്ച് വയ്ക്കാം. പിന്നെ ഷൂട്ട് ഡ്രസ്സ് വയ്ക്കണമല്ലോ. ഇതൊക്കെ ഇറങ്ങാനുള്ളതാണ്. എല്ലാവരും ക്ലാസ്സിൽ പോകുമ്പോൾ ഇടണം. ആൾമാരൊക്കെ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് വരും. അമ്മയുടെ അടുത്ത് ചോദിച്ചു നോക്കാം. അമ്മ ഒരു ചോദ്യമല്ലേ ചോദിച്ചു നോക്കാം. ടൂറ് നാളെ ഉള്ളു. അപ്പോ ഡ്രസ്സ് എന്തായാലും വെക്കണമല്ലോ. ഒരു ചോടി ഡ്രസ്സ് വാങ്ങിച്ചു തരും അമ്മ. ഞാൻ ചോദിക്കില്ല പ്ലീസ്. ഒരു ചോദി ഞാൻ ചോദിക്കില്ല പ്ലീസ് അമ്മ. മിണ്ടാണ്ട് ഇരുന്നോടെ. ടൂറിന് വിട്ടതും പോലെ അവൾക്ക് ഡ്രസ്സ് വേണം. ഞാൻ ഒരു ചോടി ഡ്രസ്സല്ലേ ചോദിച്ചോളൂ. ഞാൻ അവിടുത്തെ ഹയർ വീട്ടിൽ നിന്ന് പോയി ചോദിച്ചോളാം. ചോടി ഡ്രസ്സല്ലേ ചോദിച്ചോളൂ. അതിനെന്താ ഞാൻ ഇത്രയും ദേഷ്യം പിടിക്കണം? നല്ലൊരു ടൂർ പോകണല്ലോ. ഒരു ചോടി ഡ്രസ്സ് എടുത്തോണ്ട്. മോളു പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? ഞാൻ പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. മോളുടെ കാർഡ് ബ്ലോക്ക് ആയെന്നല്ലേ പറഞ്ഞത്? ഇത് മോളിൻ്റെ കാർഡ് മാക്സിമം എൻജോയ് ചെയ്യണം. കയ്യിൽ വെക്കാൻ ക്യാഷ് വേണ്ടേ? 5,000 പോലെ ഒരു 10,000 വേണം. അപ്പോൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എൻ്റെ പോക്കറ്റിൽ വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആവശ്യം വരും. സോ 10,000 എനിക്ക് ഇപ്പോൾ തന്നു. ബാക്കി ബാങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. താങ്ക് യു മമ്മി. താങ്ക് യു സോ മച്ച്. പേപ്പർ വായിക്കാൻ ഇപ്പം തന്നെ സോപ്പ്. ചായ ഇതെന്താ പതിവില്ലാത്തത്? അല്ല, അച്ഛൻ പേപ്പർ വായിക്കാൻ അത് കാണാൻ ചായ കുടിച്ചോന്ന് വിചാരിച്ചതാണ്. നാളെ ടൂറ്. അതിന് കാശ് കൊടുത്തില്ലേ?
അല്ല ടൂർ പോകുമ്പോൾ ഇത്രയും യാത്ര ചെയ്യുമ്പോൾ ഒരു കയ്യിൽ കുറച്ച് പൈസ വെക്കണ്ടേ? കിടന്ന് വാങ്ങുന്നത് കാരണം മനസ്സിലായി. നാളെ തരാം. മതി 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 മതി, രാവിലെ തന്നാ മതി. അച്ഛൻ തരുന്നു എനിക്കറിയാം. ഒരു 10 തന്നെ പറ്റിയ സമയം. അമ്മ അങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ തടച്ചോളാം. പുതിയ നമ്പറാണല്ലോ, എന്താടി കാര്യം? നാളെയാണ് ടൂർ പോകുന്നത്. മോൾക്കുള്ള പൈസ അച്ഛൻ തന്നില്ലേ? അച്ഛന്റെ അവകാശം തന്നു, ഞമ്മ എനിക്കറിയാം. അപ്പൊ ഒരു അങ്ങോട്ട് മനസ്സിൽ വെച്ചേക്കാം, എന്റെ 10 പൈസ ഇല്ല. അമ്മയുടെ പേഴ്സിലും പത്രത്തിലൊക്കെ പൈസ ഇരിക്കുന്നുണ്ടാവും. അവിടുത്തെ കുട്ടികൾക്കൊക്കെ അച്ഛന്മാരും അമ്മമാരും എന്തോരം പൈസകളൊക്കെ വിട്ടുകൊടുക്കുന്നുണ്ടാവും. എനിക്ക് മാത്രം പ്ലീസ് അമ്മ, ലാസ്റ്റത്തെ ടൂറല്ലേ അമ്മ സ്കൂളിലത്തെ. പ്ലീസ് അമ്മ, ഞാൻ മാത്രം ഒന്നുമില്ലാണ്ട് പോകേണ്ടി വരും. കഷ്ടോ. ശരി, ഞാൻ രാവിലെ തരാം. മതി മതി, രാവിലെ തന്നാ മതി. എന്റെ അമ്മ തരുന്ന എനിക്കറിയാം. അയ്യോ, ഒരു ടൂറ് പോകാൻ ആരുടെയൊക്കെ സാധ്യത വേണം? അമ്മയുടെ പെൻഷന് പൈസ കടിച്ചിട്ടുണ്ട്. ഇനി ചേട്ടനോട് ചോദിക്കണം. ചോദിച്ചു നോക്കാം. എന്തൊരു ഇടയത്, ഒരു ടൂർ പോകാൻ ആരൊക്കെ കാല് പിടിക്കണം. ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഈ ഒരു ഫണ്ണി സീരീസ് ഇഷ്ടപ്പെട്ടാൽ പിന്നെ നിങ്ങൾക്ക് റിച്ച് ആണോ അതോ നോർമൽ ആണോ ഇഷ്ടപ്പെട്ട എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത് ലൈക്ക് ചെയ്ത് കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.